എന്തുകൊണ്ടാണ് ഈ നബിക്ക് അല്ലാഹു മുഹമ്മദ് എന്ന് പേര് കൊടുത്തത്? യഹ്മദുഹു ജമീഉ മൻ ദഖല മിൻ ഉമ്മത്തിഹി വമിൻ ഗൈരി ഉമ്മത്തിഹി ഹത്താ ഹുവ മദ്കൂറുൻ ഇലാ യൗമിൽ ഖിയാമ ഫസ്വാറ മുഹമ്മദൻ. അന്ത്യനാൾ വരെ ഈ മനുഷ്യൻ പറയപ്പെടും. ഇസ്രായേലികൾ അവരുടെ നബിമാരെ പറഞ്ഞില്ല. മുഹമ്മദ് എന്ന അർത്ഥം എന്താ? പറയപ്പെടുന്ന, പ്രശംസിക്കപ്പെടുന്ന ആളെന്നല്ലേ? അപ്പോൾ മദ്കൂറാണല്ലോ. എന്തുകൊണ്ട്? ബിൽ മദ്ഹി മദ്കൂറാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. മുഹമ്മദിയത്ത് എന്ന് പറഞ്ഞാൽ, മുഹമ്മദിയത്ത് എന്ന് പറഞ്ഞാൽ അത് അൽ മദ്കൂറു ബിൽ മദ്ഹി ഇലാ യൗമിൽ ഖിയാമ ഫഹു മുഹമ്മദ് യൗമൻ വയൗമൻ യൗമൻ വലൈല ഹീനം ബഅദ ഹീനിൻ വആനം ബഅദ ആനിൻ. മനസ്സിലായില്ല? മുഹമ്മദ് പറഞ്ഞ ആരാ? മൂസ, മൂസ, മൂസേ, മൂസ ആയി. ഇബ്രാനിയത്തിൽ മൂസ എന്ന് പറഞ്ഞാൽ മൂ മാ സേ കണ്ടെടുക്കപ്പെട്ടു, വെള്ളത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ആൾ എന്നാണ് എന്തിൻ്റെ അർത്ഥം? മൂസ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, മനസ്സിലായില്ല? മൂസ, മൂസ, മൂ മാ, മൂ ഇബ്രാനിയത്തിൽ മൂ, ഇവിടെ മാ, സേ എടുക്കുക, മൂ സേ. മനസ്സിലായില്ല? മനസ്സിലാകും പറഞ്ഞത്? ആരോ കൊണ്ടുപോയി 3 മാസം പാത്തിച്ചു. പിന്നെ യാറ ഹബീബി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത്? പുഴയിലിട്ട്. പിന്നെ അവിടുന്ന് കണ്ടെടുക്കപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു? സംഭവങ്ങൾ കൊണ്ട് പേര് വെക്കുക എന്ന ഒരു സ്വഭാവം അവരുടെ ഇടയിലുണ്ടായിരുന്നു. ബിന്യാമീൻ പോലെ. ബിന്യാമീൻ മരിച്ചപ്പോൾ, ബിന്യാമീൻ ജനിച്ചപ്പോൾ ബിന്യാമീൻ്റെ ഉമ്മ റാഹേൽ മരിച്ചു. ബിന്യാമീൻ ജനിച്ച അന്ന് പ്രസവത്തിൽ തന്നെ ബിന്യാമീൻ്റെ ഉമ്മ മരിച്ചപ്പോൾ ബിന്യാമീൻ എന്ന് പേരിച്ചു. ബിൻ യമീൻ, ബിൻ യമീൻ, ബിന്യാമീൻ. ബിന്യാമീൻ പ്രസവത്തിൽ മരിച്ച പെണ്ണിന്റെ പുത്രൻ, അതാ ബിന്യാമീൻ. മൂസ വെള്ളത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ആൾ. മുഹമ്മദോ അൽ മദ്കൂറു ബിൽ മദ്ഹി, അൽ മദ്കൂറു ബിൽ ഹംദി വൽ മദ്ഹി ഹീനം ബഅദ ഹീനിൻ വആനം ബഅദ ആനിൻ. ഇവിടെ തങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ മുഹമ്മദ് മുസ്തഫാനെ പറഞ്ഞു. അത് പറയും. എന്തുകൊണ്ട്? ഇതാരാണ്? മുഹമ്മദാണ്. ഈ മനുഷ്യനെ പറ്റി മദ്ഹ് കൊണ്ട് പറയാത്ത ഒരു സെക്കൻഡ് ഭൂമിയിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ലിഅന്നഹു മുഹമ്മദ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ പിന്നെ സ്വന്തം പ്രവാചകരോട് നീതി പുലർത്തിയ ജനതയാണ് ആര്? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. 1, 2 വളരെ ചിന്തിക്കുക. ഇനി നിങ്ങൾക്ക് ഞാൻ ചിന്തിക്കാൻ പറ്റിയതാണ്, ബാക്കിയൊക്കെ നിങ്ങൾ ചിന്തിക്കുക. വളരെ ചിന്തിക്കണം, ചിന്തിക്കണം. അപ്പോൾ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം എന്നാൽ ആരാ? ഖിയാമത്ത് നാൾ വരെ അവരെ ഖൽബിൽ നിന്ന് ആര് പോവുകയില്ല? പുണ്യ റസൂൽ പോവുകയില്ല. ഖൽബിൽ ഉണ്ടാകണമെങ്കിൽ ഖൽബിന് 2 വകുപ്പേ ഉള്ളൂ. ഖൽബിന് 2 വകുപ്പേ ഉള്ളൂ. 1 പറ, ചെവിയിൽ, കണ്ണിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ ചെവിയിൽ നിന്ന് കിട്ടണം. കണ്ണിൽ നിന്ന് കിട്ടിയാൽ ഖൽബ് നിറക്കും. ചെവിയിൽ നിന്ന് കിട്ടിയാൽ പറ 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 കണ്ണിൽ നിന്ന് കിട്ടിയാൽ ഖൽബ് നിറക്കും, ചെവിയിൽ നിന്ന് കിട്ടിയാലും ഖൽബ് നിറക്കും. പക്ഷേ കണ്ണിൽ നിന്ന് കിട്ടണമെങ്കിൽ മഹ്ബൂബിന്റെയും മുഹിബിന്റെയും കാലവും ഒന്നാകണം. അപ്പോൾ പിന്നെ ഖൽബിൽ നിന്ന്, മനസ്സിലായില്ല? കണ്ണിൽ നിന്ന് മെഹബൂബിനെ സ്വീകരിക്കണമെങ്കിൽ മുഹിബിന്റെയും മെഹബൂബിന്റെയും കാലം ഒന്നാകണം. സ്ഥലം ഒന്നായിട്ടില്ലെങ്കിലും കാലം ഒന്നായാൽ അങ്ങോട്ട് പോയാൽ മതി. കാലം 2ആകുമ്പോൾ
കണ്ണിലൂടെ കൽബിന് കിട്ടൂല. കൽബിന് കിട്ടിയാലേ നാവിന് തോന്നും. കൽബിന് കിട്ടിയാലേ നാവിന് തോന്നും. ഇതാ റൂട്ട്. ഇതാ റൂട്ട്. അതിൽ 1.25 ലക്ഷം ആളുകൾക്ക് കണ്ണിലൂടെ കിട്ടിയുള്ളൂ. ഇത് കോടാന 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 കോടിയാണ് ഉമ്മത്ത് മുഹമ്മദ്. അവർക്ക് മുത്തുനബിയെ ഇങ്ങനെ കിട്ടൂല. എങ്ങനെ കിട്ടൂ? ഇങ്ങനെ കിട്ടൂ. ഇങ്ങനെ കിട്ടണമെങ്കിൽ അങ്ങനെ പറയണം. ഒരാൾ പറയാതെ ഒരാൾക്ക് കിട്ടൂല. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. അപ്പോൾ മുഹമ്മദിയത്തുണ്ടാകണമെങ്കിൽ മൗലൂദ് നടക്കണം. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. കൂടുതൽ വർത്തനം പറയണ്ട. വഹാബി കുട്ടികളെ നിങ്ങളെ നേതാക്കന്മാർ ചതിച്ചടാ. പിന്നെ നിങ്ങൾക്ക് ഒരു കുന്തം അറിയൂല. നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ അറിയൂല. നിങ്ങളെ നേതാക്കന്മാർ കുട്ടികളെ നിങ്ങളെ ചതിച്ചു. ഞങ്ങൾ മനസ്സിലാക്കിയ ഖുർആനും നിങ്ങൾ മനസ്സിലാക്കിയ ഖുർആനും രണ്ടാണ്. ഈ സംശയം വേണ്ട. ഇവിടെ ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരൻ നാസർ ഫൈസി പറഞ്ഞു, ഫാത്തിഹയിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞിട്ടില്ല. അതിൽ ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ പറഞ്ഞ്. അത് ചുരുങ്ങിയത് ഒരു 10-20 ക്ലാസ് ഉണ്ടാവും. അതിലൊറ്റ ക്ലാസ്സേ കണ്ടു. അതിനി വരാൻ കിടക്കുകയാണ്. ഇപ്പോഴും അസ്മായിലെ ഇത്തിഫാഖ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതും പൂർത്തിയായിട്ടില്ല. അസ്മായിനെയും ബാക്കി കിടക്കുക. ബിസ്മി തുടങ്ങിയിട്ടില്ല. എന്തിൽ? ഫാത്തിഹ മുഴുവനും മദ്ഹ് റസൂലില്ല. മൊത്തം മദ്ഹ് റസൂലില്ല. നമ്മൾ ചിന്തിക്കണം. മനസ്സിലായില്ലേ പറഞ്ഞത്? ദിക്ർ കൽപ്പിച്ചു. യാ ബനി ഇസ്രായീല ഉഖ്റൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. അതവർ ചെയ്തില്ല മഗ്ലൂബി അലൈഹിമായി, അവരത് ചെയ്തില്ല ളാലിനായി. നമ്മളത് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അല്ലദീന അൻഅംത അലൈഹിമായി, അവരെ വഴി വേറെ, നമ്മളെ വഴി വേറെ. അവരെ വഴി നമ്മൾ പോകൂല. എന്തുകൊണ്ട്? അവർ നന്ദി കെട്ടവരാണ്, നമ്മൾ നന്ദിയുള്ളവരാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.